ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഞണ്ട് സൂപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വേഗം വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഞണ്ട് സൂപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ഞണ്ടാണ്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കാല് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇതുപോലെ പൊട്ടിച്ചു വിടണം. അന്നേരമാണ് നമ്മുടെ സൂപ്പിലേക്ക് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങത്തുള്ളൂ. അപ്പോൾ സൂപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല പഴുത്ത തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഒരു ചുമന്നുള്ളി ഒരു 10-15 എണ്ണം എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഒരു 6-7 അല്ലി, കുറച്ച് കറിവേപ്പില, ഒരു 2 തണ്ട് മല്ലിയില, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ മുഴുവൻ മല്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് എല്ലാവരും കണ്ടല്ലോ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുഴുവൻ മല്ലി, പെരിഞ്ചീരകം, ചെറിയ ജീരകം, കുരുമുളക്, ആദ്യം നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ച വെളുത്തുള്ളി ഇല്ലേ, ഇനി ഇഞ്ചി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളം ഒന്നും ഒഴിച്ച് അരക്കരുത്. ഇത് നന്നായിട്ട് അരച്ചിതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി ചൂടാകാൻ വെക്കട്ടെ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ച ചുവന്നുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഫ്ലെയിം സിമ്മിലാക്കി വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ അങ്ങ് പെട്ടെന്ന് മൂത്ത് പോകും. ഇനി ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. പച്ചമണമൊക്കെ മാറി അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിയട്ടെ. ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് കൂടി ഇതിലേക്ക് ചേർക്കാം.
ഞണ്ടിലേക്ക് അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ പാകത്തിന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇരിക്കട്ടെ. ഇതിൻ്റെ അരപ്പെല്ലാം എല്ലായിടത്തേക്കും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഞണ്ട് വേവിച്ചെടുക്കണ്ടേ? അപ്പോൾ അതിനാവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഞണ്ടിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തതാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ചിരവിയ തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. ആദ്യം പറയാൻ വിട്ടുപോയതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. തേങ്ങ ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി കേട്ടോ. പക്ഷെ ചേർത്തിട്ടുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റാണ്. സൂപ്പാവുമ്പോൾ ഇത്തിരി വെള്ളം വേണ്ടതല്ലേ, ഒത്തിരി അങ്ങ് വറ്റിച്ചെടുക്കണ്ട. ഇത് മതി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഞണ്ട് സൂപ്പ് റെഡി ആയിട്ടുണ്ട്. കിട്ടു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്ത തവണ ഞണ്ട് വാങ്ങുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്